അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ നാട്ടിലെ ചില വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. നിങ്ങളുടെ വീട് കാണുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ വീടുകൾ ഏതാണ്? മനുഷ്യരുടെ കൂടെ അല്ലാഹുവേ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ നന്മ മാത്രം ചെയ്യുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരുന്ന ഭവനമേതാ? മുത്തുനബി പറയുന്നു, സ്വഹാബാ, ഭൂമിയിൽ നിന്ന് ജനങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നത് പോലെ ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില വീടുകൾ കാണാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരുടെ വീടാണ് പ്രകാശിക്കുന്നത്? ഈ നാട്ടിലെ ഏത് വീടാണ് പ്രകാശിക്കുന്നത്? ഏത് വീട്ടിലേക്കാണ് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുന്നത്? ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുണ്ടോ? നമ്മുടെ വീട്ടിൽ സന്തോഷം വേണോ? സമാധാനം വേണോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണോ? എന്റെ പ്രിയമുള്ളവരെ, മലക്കുകൾ ഇറങ്ങുന്ന ഭവനമാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ വീടുകൾ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ മാലാഖമാർക്കറിയുന്ന, ആ മലക്കുകൾ കടന്നു വരുന്ന, ആ മലക്കുകൾ ദുആ ചെയ്യുന്ന ആ ഭവനങ്ങൾ ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ സ്വഹാബികൾ ചോദിക്കുമ്പോ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ വീടാണ്. അത് പരിശുദ്ധമായ കഅബാലയമാകട്ടെ, അല്ലെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവിയാകട്ടെ, അല്ലെങ്കിൽ ഫലസ്തീനിൽ കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് ആകട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ സ്രാമ്പി പള്ളിയാകട്ടെ, എന്റെ പ്രിയമുള്ളവരെ, പള്ളികളെല്ലാം അല്ലാഹുവിന്റെ വീടാ. പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ വീടാ. ആ പള്ളികൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകത്തുള്ള എല്ലാ പള്ളികളും അല്ലാഹുവിന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് പരിശുദ്ധമായ കഅബാലയമാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തുള്ള പള്ളികൾ മുഴുവനും അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ മുഴുവനും അലങ്കരിക്കുന്നത് മനോഹരമായ ലൈറ്റുകൾ വെച്ചിട്ടല്ല, AC പള്ളി വെച്ചിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളികൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ പള്ളി അലങ്കരിക്കേണ്ടതെന്നറിയുമോ? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ഒരു പള്ളി അല്ലാഹുവിന്റെ വീട് അവിടെ നിന്ന് പ്രകാശിപ്പിക്കേണ്ടത്. 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ടാണ്, അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ പ്രകാശിപ്പിക്കേണ്ടതെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ പ്രകാശിച്ച് കാണുന്ന വീടുകൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ ഏത് വീടിന്റെ അകത്താണോ 5 നേരം നമസ്കാരമുള്ളത്, ഏത് വീടിന്റെ അകത്താണോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ബാങ്ക് വിളിക്കുന്ന നേരത്ത് ഈ കൂട്ടത്തിരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏത് വീട്ടിലാണോ നമസ്കാരം നടക്കുന്നത്, ആ വീട് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ആരുടെ വീടിന്റെ അകത്താ നമസ്കാരമുള്ളത്? ആരുടെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്? 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന എത്ര ഭവനമാവുള്ളത്? ഈ സദസ്സിൽ ഇരിക്കുന്നവർ മുഴുവനും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ, നിങ്ങളെല്ലാവരും നല്ലവരാ. പക്ഷേ വാപ്പാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ പൊന്നാര മക്കള് നമസ്കരിക്കാറുണ്ടോ? നീ 5 നേരം നിസ്കരിക്കുന്ന വാപ്പയാണ്. നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് നിസ്കരിക്കാറുണ്ടോ? ഇത് പറയുമ്പോ എന്റെ പെങ്ങന്മാര് ചോദിക്കും, ഉസ്താദേ മക്കൾക്ക് പ്രായപൂർത്തിയായില്ലേ? മക്കൾക്ക് പ്രായപൂർത്തിയായില്ലേ? അവരെ വിവാഹം കഴിച്ചു വിട്ടില്ലേ? എന്റെ പ്രിയമുള്ളവരെ, മക്കളെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞിട്ടോ, അവർക്ക് പ്രായപൂർത്തിയായെന്ന് പറഞ്ഞിട്ടോ നിന്റെ ഉത്തരവാദിത്തം മാറൂല. കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഗ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമകൾ അലിയാരി തങ്ങളുടെ കയ്യിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ ഭർത്താവിന്റെ കൂടെ വീടിന്റെ മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട്, മോളെ ഫാത്തിമ എഴുന്നേറ്റ് നിസ്കരിക്കുമോള് എന്ന് വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ, വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വിളിക്കുമായിരുന്നു. കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനൊന്നും പോണ്ട. നിങ്ങളിൽ ആർക്കാ അറിയാത്ത 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സുള്ള വിദ്യാർത്ഥിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? താത്തമാരെന്ന് പറഞ്ഞ എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവളെ എന്ത് ചെയ്യണം? ഉറക്കപ്പറ. നിങ്ങളുടെ ചെവി, എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ എന്ത് ചെയ്യണം? തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായും ഉമ്മായും ഉണ്ടെങ്കിൽ കൈപൊക്കിക്ക്. കണ്ടിട്ട് മരിക്കാനുള്ള ബുദ്ധി കൊണ്ടാ. A+ വാങ്ങിയില്ലെങ്കിൽ മടല് വെട്ടിയിട്ട് തല്ലുന്നി. 1-ാം ക്ലാസ്സിൽ LKG പഠിക്കണ, UKG പഠിക്കണ മക്കൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല്. ആലോചിക്കണം. എന്നാ തല്ലാൻ പറഞ്ഞ എന്തിനാ? 7 വയസ്സായിട്ട് നിസ്കരിച്ചു, പഠിപ്പ് അവിടെ കൽപ്പിച്ചു. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാ. ഏത് വാപ്പായ തല്ലണേ? നിന്റെ വാപ്പ നിന്നെ തല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് നീ പള്ളിക്കകത്ത്. നീ തല്ലാത്തത് കൊണ്ട് നിന്റെ മോൻ പോസ്റ്റിന്റെ മുകളിൽ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കണം, തല്ലണം. നീ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റിയെങ്കിൽ ജീവിച്ചാൽ മതി. ഇസ്ലാമിലേക്ക് പോകോ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളാരും കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിൽ പോകണ്ട. നിങ്ങൾ രാവിലെ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റിട്ട് ഈ വാപ്പമാർ ഇവിടുത്തെ പള്ളിയിലേക്ക് പോകുമ്പോ അടുത്ത റൂമിന്റെ അകത്ത് 18 തികഞ്ഞ ഒരുത്തം കിടക്കണം, പോത്ത് കിടക്കണം, വരെ വിളിച്ചാറാണ് നിസ്കരിക്കാൻ. അപ്പുറത്തെ റൂമിന്റെ അകത്ത് മകള് കിടക്കുന്നുണ്ട്, വിളിക്കാറുണ്ടോ? എന്തിനും കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിക്കാറുണ്ട് നിസ്കരിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഭർത്താവ്, ഏത് ഭാര്യ രാവിലെ ഭർത്താവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബഹി ബാങ്ക് വിളിച്ചു, അവിടെ നിന്ന് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചുണർത്തി ബാത്റൂമിൽ പോയി തന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് ഒതുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഭാര്യ അതേ സ്ഥാനത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് അതേ സ്ഥലത്ത് കിടക്കുന്നു. ആ സമയത്ത് ഒതുവെടുത്ത വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവിന് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനുള്ള ധൈര്യം ഉണ്ടാ? അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാ? എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, സഹോദരിമാര്, നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയണമെങ്കിൽ നീ ആദ്യം എഴുന്നേക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അല്ലാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞങ്ങാതി. ഓള് തലതിരിഞ്ഞു പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പെണ്ണുമ്പിള്ളമാര് തലതിരിഞ്ഞു പോയെന്ന് പറഞ്ഞ് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്റെ കാര്യമില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ. പെണ്ണുമ്പിള്ള കാണുന്നുണ്ട്, ആരും ഞാൻ പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ അവളിന്ന് പോകുമ്പോ ചോദിക്കും, എല്ലാരും പൊക്കി, നിങ്ങളെന്താ പൊക്കാഞ്ഞ്? നിങ്ങളെ പൊക്കേണ്ട വരുമോ? അവള്
പലർക്കും കൈവെക്കാൻ പേടി എന്തെന്നറിയോ? അധികം പേരും കൈവെക്കണില്ല. കാരണം ഉസ്താദെ ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല. കാരണം ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ പറ, ഭർത്താവിനെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള താത്താമാരെന്ന് കൈവെക്കിക്കേ. ഊരിലിങ്ങൾ മലക്കളാന്ന് തോന്നുന്നല്ലാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹിക്ക് നമസ്കരിക്കാൻ വിളിച്ചുണർത്തിയ സ്വർഗമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ ആരാ വിളിച്ചുണർത്തുക? അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്നത്? ഇത് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും പറയാനൊരു കാരണമുണ്ട്. ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കൂല, ഞാൻ പറഞ്ഞാൽ എന്റെ മോൻ അനുസരിക്കൂല, എന്റെ മോൻ അനുസരിക്കൂല. വാപ്പാ, നിന്റെ മകന് 25 വയസ്സല്ല 15 വയസ്സാ. വാപ്പായും ഉമ്മായും മോനാണെങ്കിൽ എന്തടക്ക ഈ കടം എന്താ പറയാ, കുരുവിക്ക് കൂട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ആണും പെണ്ണും കെട്ടിട്ട് മുടി വെട്ടിയിട്ട് കിടക്കുക. അവന്റെ മുടി കണ്ട ആരാ അല്ലാ പഠിച്ചവനെ കണ്ടാൽ തന്നെ നെഞ്ചു പൊട്ടിപ്പോകും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ചോദിക്കുക, ഒന്ന് വെട്ടിക്കൂടെ? അപ്പൊ ഉമ്മ പറയാ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല ഉസ്താദെ, നിന്നെ വേണം ആദ്യം തന്നെ. ഉമ്മാനെ വാപ്പാനെ ഒറ്റ വാക്കിലങ്ങ് തീർന്നു, പറഞ്ഞ അനുസരിക്കൂല. ആര് പറഞ്ഞു? ഇത് പറയുന്നതാരാ? നിന്റെ രക്തത്തിൽ പിറന്ന, നീ അധ്വാനിച്ച് വളർത്തുന്ന നിന്റെ മക്കളെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വാപ്പാന്ന് പറഞ്ഞ് നടക്കണേ? എല്ലാവരും കാര്യം പറയാം. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, 2-3 പ്രാവശ്യം ഉമ്മ പറയും, പിന്നെ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ അങ്ങ് വെറുതെ വിടുന്നു. അങ്ങനല്ല, 2 പ്രാവശ്യം പറയണം, മോനെ മുടി വെട്ടി. 1 പ്രാവശ്യം പറയണം മുടി വെട്ടാൻ. വെട്ടിയില്ലെങ്കിൽ പറയണം, പോയി വെട്ടിയിട്ട് വാടാ, ഇല്ലെങ്കിൽ ഞാൻ വെട്ടും. 2ാമതും വെട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം പൊന്നുമോൻ റൂമിന്റെ അകത്ത് കിടക്കുമ്പോ ഈ കത്രിക എടുത്തിട്ട് അങ്ങോട്ട് കയറിയിട്ട് പട്ടിയെ വെട്ടണ പോലെ 4 വെട്ട് നീ അങ്ങ് വെട്ടണം. ഉറങ്ങിക്കിടക്കുമ്പോ അവന്റെ മുടി നീ കത്രിക കൊണ്ട് വെട്ടണം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടൊരു തുള്ളലുണ്ട്. കുറച്ചു നേരം റൂമിന്റെ അകത്ത് കിടന്ന് വഴുതു പറയും, എന്നിട്ട് ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ മുട്ടയടിച്ചിട്ട് തിരിച്ചു വരും. ഇത് 1 പ്രാവശ്യം നീ ചെയ്തു നോക്ക്. നിന്റെ മോൻ തല്ലൂല, നിന്നെ തല്ലൂല. നീ ഉമ്മയാ, നീ വാപ്പയാ, നിന്നെ തല്ലാനുള്ള ധൈര്യം അവനില്ല. ഇങ്ങനെ 1 പ്രാവശ്യമെങ്കിലും നീ നിന്റെ മക്കളോടൊന്ന് ചെയ്തു നോക്കേ, അവൻ എന്നെ നന്നായനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാഹുവിന്റെ മലക്കിന്റെ ശാപം വാങ്ങുന്ന മകനാ നിന്റത്, പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാനല്ല. അള്ളാഹു പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞേ, നിന്റെ ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞേ, കുടുംബസമേതം പോകണമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്താൻ ഞാനൊരു ആയുധം പറഞ്ഞു തരാം. അവരെ തല്ലണ്ട, അവരെ ഉപദ്രവിക്കണ്ട. അല്ലാതെ തന്നെ നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കണോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ ഉമർ തങ്ങളെ പോലെയാകണം. എന്റെ വാപ്പയോടും എന്റെ ഉമ്മയോടും എനിക്ക് പറയാറുള്ളത്, നമസ്കരിക്കാത്ത മക്കളുണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് നമസ്കരിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അവരെ നന്നാക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെ നിനക്ക് കണ്ണിന് കുളിർമയായ മക്കളാക്കണമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത്, നിങ്ങളെല്ലാവരും പഠിക്കണം. ഈ ആയത്ത് നിങ്ങളെല്ലാവരും പഠിക്കണം. എന്നിട്ട് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട്, ഭാര്യയുടെ ചാരത്ത് ചെന്നിട്ട്, ഭർത്താവിന്റെ ചാരത്ത് ചെന്നിട്ട് ഈ ആയത്ത് ഓതിക്കൊടുക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേക്കുമമ്മ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ പേടിയുണ്ടോ? ഉറപ്പായിട്ടും നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. ഒരേ ഒരായത്ത്. ഏതായത്താ? പഠിച്ചോ. നാളെ സുബഹി മുതൽ തുടങ്ങാനുള്ളതാണ്. നാളെ സുബഹി മുതൽ തുടങ്ങാനുള്ളതാ. ഏതായത്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരറ്റായത്ത് ഞാൻ പറഞ്ഞു തരാ, പഠിച്ചു വെച്ചോ. ഏതായത്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് അല്ലാഹുവേ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന മാതാപിതാക്കള് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമോ രാവിലെ സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതി കൊടുക്കുമായിരുന്നു എന്നിട്ട് മക്കളെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുമായിരുന്നു ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത് എന്തേ പറയുന്നത് പടച്ചവനെ അല്ലാഹ് ഇന്ന് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന മാതാപിതാക്കള് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോ എന്തേ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം പൊന്നുമോന് നല്ല മാർക്ക് വാങ്ങണം പൊന്നുമോള് നല്ല വിജയം നേടണം പൊന്നുമോള് എങ്കിലേ നല്ല ജീവിതമുള്ളൂ എങ്കിലേ നല്ല പണം കിട്ടൂ എങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആരെങ്കിലും തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയിരുന്ന് പിരിവെടുക്കണ്ട മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട ഒരാളുടെയും വീട് കേറി ഇറങ്ങി പിരിവ് നടത്തണ്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ലാ നസ്അലുക റിസ്ഖാ നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട അല്ലാഹു പറയുകയാ അല്ലാഹു പറയുന്നു തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ച നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല രാഷ്ട്രീയക്കാരനല്ല, പറഞ്ഞ വാക്ക് മാറ്റാം. അല്ല നിന്നെ പടച്ച റബ്ബാ. അല്ല പറയാ, എടാ നീ എന്തിനാണ് ഭക്ഷണം തേടിയിട്ട് നടക്കണം? നീ തേടി നടക്കണ്ട. നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട, ഞാൻ തരാം. ഞാനാ റാസിഖ്, ഞാനാടാ റബ്ബ്. നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കണ കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരാം. എന്ത് ചെയ്താ മതി? 5 നേരം നിസ്കരിച്ചാ മതി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയുമ്പോ നിങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. ഉടനെ ചോദിക്കും, സിറാജ് അപ്പൊ നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? നീ കൊടുക്കോ? നല്ല ചോദ്യം തന്നെ. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാ. ഇത് നിങ്ങളുടെ ധാരണ. സത്യം ഞാൻ ചോദിക്കട്ടെ, നീ നാളെ മരിച്ചാ നിന്റെ പെണ്ണുപിള്ളക്ക് ആരാ ഭക്ഷണം കൊടുക്കുക? നാളെ നീ തീർന്നു. ഇന്ന് ഇവിടുന്ന് പോണ വഴി നിന്നെ കൊണ്ട് നാളെ പള്ളിക്കൂടി വെച്ചാ നിന്റെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? പറചങ്ങാതിമാർ ആര് കൊടുക്കും? ഉറക്കപ്പറ ആര് കൊടുക്കും? അല്ല കൊടുക്കും. അല്ലാഹ്ക്ക് എന്താ? എടാ നിനക്ക് ജോലി തരുന്നതാരാ? അല്ലാഹ്. നിനക്ക് ആരോഗ്യം തരുന്നതാരാ? അല്ലാഹ്. ഇതുണ്ടെങ്കിലല്ലേ നീ പോത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചിട്ട് പറയണം, രാവിലെ ട്യൂഷന് പോടാതല്ല, അങ്ങനെ രാത്രി എഴുന്നേറ്റിരുന്ന് പഠിക്കടാ. ഇവിടെ ഈ ഇരിക്കട പെണ്ണുങ്ങൾ നിങ്ങളുടെയൊക്കെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. എത്ര പേരാ നിസ്കരിക്കുന്നത്? എന്താ നിന്റെ മോക്ക് നിസ്കാരം നിർബന്ധമില്ലേ? നിസ്കാരം നിർബന്ധം എന്താ? നിസ്കാരം മുടക്കാനുള്ള കാരണമാണ് സ്കൂളിൽ പോക്ക്. വെള്ളിയാഴ്ച പോലും പള്ളി വിടാത്ത സ്കൂളിലെ മക്കളെ വിടത്തുള്ളൂ. ചുമ്മാതല്ല തലതിരിഞ്ഞു പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ നിസ്കരിക്കാൻ പോലും വിടാത്ത സ്കൂളിൽ എങ്ങനെ നന്നാകാനാ നിന്റെ മക്കൾ? എങ്ങനെ നിനക്കൊക്കെ സമാധാനം കിട്ടും? അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഞാൻ തരാം. എന്ത് ചെയ്താൽ മതി? 5 നേരം നിസ്കരിച്ചാൽ മതി. ഞാനല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ അതിന്റെ 135-ാമത്തെ 136-ാമത്തെ ആയത്തെങ്ങാണ്ട. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കൂല. ഇത് പറയുമ്പോ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. മക്കള് തിരിഞ്ഞു കിടക്കുമ്പോൾ നമസ്കരിക്കാതെ തന്റെ പൊന്നാര മക്കള് തിരിച്ചു കിടക്കുമ്പോ രണ്ടാമതായിട്ടൊരു പ്രതിഫലം കൂടെ പറയണം. രണ്ടാമതായിട്ടൊരു പ്രതിഫലം പറയണം. കിടന്നുറങ്ങുന്ന മക്കളോട് ചോദിക്കണം, മോനെ എന്തായാലും ഒരു ദിവസം നീ മരിക്കും. എന്തായാലും ഒരു ദിവസം നീ മരിക്കും. എന്റെ പൊന്നുമോന് നല്ല ഒരു മരണം വേണോ? കിടന്നുറങ്ങുന്ന മക്കളോട് ചോദിക്കണം, എടാ ഒരു നല്ല മരണം വേണോടാ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ? അല്ലാഹുവിന്റെ
പടച്ചവനെ ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഇന്ന് വരെ മലക്കിനെ കണ്ടിട്ടില്ല, പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട്. ഏത് കണ്ണുകൊണ്ട്? ഇതേ കണ്ണുകൊണ്ട്. ഫകസഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. ഈ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രംഗമുണ്ട്. 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമായി അവർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ വലഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. മലക്കുകൾ അവിടെ നിന്ന് പറയുകയാണ്, അവസാനം എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിച്ച് അത് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർമ്മയില്ലേ സഹോദരാ? ആഗ്രഹമില്ലേ ഉമ്മ? മരിക്കുന്ന സമയത്ത് ഒരേ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് മരിക്കണമെന്ന് കൊതിയുണ്ടോ? കാരണം ഇത് പറഞ്ഞ സ്വർഗമാണ്, ഇത് പറയുന്നവന് സ്വർഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന് സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, അൽ വൽആഖിബത്തു ലിത്തഖ്വാ. നല്ല മരണം ആർക്കാണ് വേണ്ടത്? പണം കൊടുത്ത് വാങ്ങാൻ പറ്റൂല, പണം കൊടുത്ത് വാങ്ങാൻ പറ്റൂല. അല്ലാഹുവേ, എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ തരാ തമ്പുരാന്. എനിക്ക് വെള്ളിയാഴ്ച നിസ്കാര പായിൽ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വാങ്ങാൻ കഴിയോ? ഒരിക്കലും കഴിയൂല. എങ്കിൽ അല്ലാഹു പറയുന്നു, ഞാൻ തരാ, ഞാൻ തരാ. 5 നേരം നീയും നിന്റെ കുടുംബവും നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നല്ല മരണം തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പ്രായമുള്ള രോഗം പിടിച്ച ബാപ്പമാര് വേച്ച് നടക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്നത് കണ്ടാൽ പള്ളിയിൽ കേറാത്ത യുവത്വേ, ഇപ്പോഴെല്ലാവരും പടച്ചവനെ ക്രിക്കറ്റിലാ, എല്ലാവരും ലോകകപ്പിന്റെ തിരക്കിലാണ്. എവിടെയാണ് മഗ്രിബുള്ളത്? എവിടെയാണ് ഇശാവുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നടാ പൊന്നുമോര്. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്. പടച്ചവര് അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ടല്ലോ, ഹുബൈബ് തങ്ങളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ. കഴുകുമരത്തിന്റെ മുകളില് ഹുബൈബിനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. താഴെ നിൽക്കുന്നവർ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ്. അവര് ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ ചെറുപ്രായത്തിൽ ചാകുന്നത്? എടാ, നിനക്ക് ജീവിക്കണ്ടേ? പണം ഞങ്ങൾ തരാ, അധികാരം ഞങ്ങൾ തരാ, ഏത് പെണ്ണിനെ വേണമെങ്കിലും നീ പറഞ്ഞാ മതി, കൂടെ കടത്തി തരാ. ഈ പുതിയ മതം കളന്നിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല. എങ്കിലും നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, നിന്നെ ജീവനോടെ വെറുതെ വിടാ. ഹുബൈബ് അതിനും തയ്യാറായില്ല. അവസാന തൂക്കിക്കൊല്ലാൻ പോകുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? നിന്റെ അവസാന മോഹമെന്താ? ചെറുപ്പക്കാരാ, അവിടെന്ന് പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നോ, അവസാനത്തെ മോഹം നിസ്കരിക്കണമെന്നോ. പടച്ചവനെ അവിടെ നിന്ന് പൊതുപെടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ചെറിയ സൂറത്താണ് ഓതിയത്. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, എപ്പോഴും വലിയ
ചെറിയ സൂറത്ത് ഓതിയിട്ടാ ഹുബൈബ് നിസ്കരിക്കാറ്. പടച്ചവനെ, ഞാൻ ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്നത്. പടച്ചവനെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയുവോ? എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും ഈ ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്. ഇവര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. എന്നിട്ട് തൂക്കുമരത്തിന്റെ മുമ്പിൽ കയറി അതാ തന്റെ കഴുത്തിലേക്ക് കയറിട്ടു. അവിടുത്തെ കഴുത്ത് മുറുകുമ്പോ മലക്കുകള് ചോദിക്കുകയാ, മരണപ്രാളത്തില് കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിക്കുമ്പോ മലക്കുകള് ചോദിക്കുകയാ, ഹുബൈബേ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാടാ ഹുബൈബ്, എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്? സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ, നിന്നെ സ്വീകരിക്കാനാ. അതുകൊണ്ട് ഹുബൈബേ, നിന്റെ മരണം കണ്ടിട്ട് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ആ ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിരിക്കടാ ഹുബൈബ്, അവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ ഹുബൈബ്. എന്റെ പ്രിയമുള്ളവര്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കഴുകുമരത്തിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോഴും വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോയതങ്ങനെയാടാ പൊന്നുമോര്, അങ്ങനെയാടാ മരിച്ചത്. വെറുതെയല്ല, വെറുതെയല്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാൽ, ലോകത്ത് നീ എവിടെ കിടന്നു മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും വേണ്ട. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യമില്ല. റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കിടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് നിന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറഞ്ഞു തരും, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറവുമ്മ, ഞാനൊന്ന് റൂഹ് പിടിക്കട്ടെ. ഉമ്മ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ഞാനൊന്ന് റൂഹ് പിടിക്കട്ടെ. ഇത് പറഞ്ഞ സ്വർഗവാ എന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ